ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷക്കാലത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാഗ്ദാനം ചെയ്തിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ 95% പൂർത്തീകരിച്ചതായി ഏറ്റുമാനൂർ എംഎൽഎയും സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രിയുമായ VN വാസവൻ പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളും വിവിധ വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചാണ് സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചതെന്നും VN വാസവൻ പറഞ്ഞു. 2021 മുതൽ ഇതുവരെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മാന്നാനം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അവതരിപ്പിച്ചു. ഉൽപ്പാദനം, പശ്ചാത്തല വികസനം, സേവനം എന്നീ വിഭാഗങ്ങളിലായി നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന 112 പേജുള്ള റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചത്. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ 95% പൂർത്തീകരിച്ചതായി MLA പറഞ്ഞു. ശേഷിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മാർച്ച് മാസത്തോടെ പൂർത്തീകരിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ സമയത്തിനുള്ളിൽ അന്ന് നമ്മൾ തയ്യാറാക്കിയ പ്രോജക്റ്റിലെ ഏതാണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതിൽ 95% കാര്യങ്ങൾ തീർന്നിരിക്കുന്നു. ബാക്കി അവശേഷിക്കുന്നത് ഒരുപക്ഷെ ഫെബ്രുവരി മാസത്തോടും മാർച്ചിനോടും കൂടി പൂർത്തീകരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്ന കാര്യം അതറിയാനുള്ള അവകാശം നിങ്ങൾക്കും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത എനിക്കുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി ഈ അവലോകന യോഗം വിളിച്ച് മുന്നോട്ട് പോകുന്നത്. ഉൽപാദന മേഖല, ആ ഉൽപാദന മേഖലയിൽ കൃഷിയും വ്യവസായവും. 2, പശ്ചാത്തല വികസനം. അതിൽ റോഡ്, തോട്, കാലം, കരികൾ, സൈഡ് കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പശ്ചാത്തല വികസനം. 3, സേവനത്തിൻ്റെ തുടക്കം. അതിൽ ആശുപത്രി വരും, വിദ്യാഭ്യാസം വരും, മറ്റ് സാമൂഹിക സേവന രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം വരുന്നതാണ് ഈ സേവനത്തിന്. ഇങ്ങനെ 3 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചാൽ നടന്ന വികസനം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാൻ. ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. 89 പദ്ധതികളിലൂടെ 1165 കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ 9 വർഷത്തിനിടെ നടപ്പാക്കിയത്. എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കിയ മണ്ഡലമായി ഏറ്റുമാനൂരിനെ ഉടൻ പ്രഖ്യാപിക്കും. മണ്ഡലത്തിൽ 121 കിലോമീറ്റർ റോഡുകൾ BMBC നിലവാരത്തിലാക്കി. പട്ടിത്താനം മണ്ണക്കാട് ബൈപ്പാസ്, കാരിദാസ് അമ്മഞ്ചേരി റോഡ്, കൈപ്പുഴ ചർച്ച് പള്ളിത്താഴ റോഡ്, അടിച്ചുറ മാന്നാനം റോഡ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മെഡിക്കൽ കോളേജ് ഗാന്ധിനഗർ റോഡ് ഉൾപ്പെടെ 7 റോഡുകളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ റീബിൽഡ് കേരള പദ്ധതിയിൽ 122 കോടി രൂപ ചെലവിട്ട് പൂർത്തീകരിച്ചു. ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണത്തിനും തുടക്കം കുറിച്ചു. നിർമ്മാണത്തിനായി 2 ഘട്ടങ്ങളിലായി 32 കോടി രൂപയാണ് അനുവദിച്ചത്. കർഷക ക്ഷേമത്തിനായി 2021-25 കാലഘട്ടത്തിൽ വിവിധ പദ്ധതികളിലായി 89.07 കോടി രൂപ ചെലവിട്ടതായും മന്ത്രി പറഞ്ഞു. കാരിത്താസ് മേൽപ്പാലം, കുമരകം കോണത്താറ്റ് പാലം, അതിരമ്പുഴ ജംഗ്ഷൻ നവീകരണം എന്നിവ അഭിമാനകരമായ നേട്ടങ്ങളാണ്. രാജ്യത്തെ മികച്ച സർവകലാശാലകളിലൊന്നായി MG സർവകലാശാല മാറിയതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ ഉയർത്താൻ LDF സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമായതായി മന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതിയിലൂടെ മണ്ഡലത്തിലെ 595 കുടുംബങ്ങൾക്ക് വീട് നൽകി. 325 വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഉൾപ്പെടെ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കാൻ കഴിഞ്ഞു. MG സർവകലാശാലയിലെ സൂസൻ മേബിൾ ഇൻഡോർ സ്റ്റേഡിയം ആൻഡ് സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതിക്ക് 47.81 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. വാഗ്ദാനങ്ങൾ നിറവേറ്റി അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. 2021 ജൂലൈ 17 ആദ്യത്തെ വികസന ശില്പശാല നടത്തിയിരുന്നു. ഈ ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ കൂടി പരിഗണിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന മണ്ഡലം ഏറ്റുമാനൂരാണെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ് അധ്യക്ഷനായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ്, മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, മുൻ MLA-മാരായ വൈക്കം വിശ്വൻ, സ്റ്റീഫൻ ജോർജ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ്, KI കുഞ്ഞച്ചൻ, രാജീവ് നെല്ലിക്കുന്നേൽ, ജോസ് ഇളവഴിക്കൽ, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ NV തോമസ്, ES ബിജു, ജില്ലാ സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് KN വേണുഗോപാൽ, ഫാദർ മാണി പുതിയിടം, ഫാദർ ജെയിംസ് മുല്ലശ്ശേരിൽ, ഫാദർ ബിനു കൂന്നത്ത് എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.